വളഞ്ഞനടക്കാവ് കൊയ്പ്പള്ളിക്കാരന്മ ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓലകെട്ടിയമ്പലം വളഞ്ഞനടക്കാവ് കൊയ്പ്പള്ളിക്കാരന്മ ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് നിർവഹിച്ചു. പലപ്പോഴും കൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ വാട്സപ്പിലൂടെ ഈ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് പരസ്പരം ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഇവിടെ ജനാർദ്ദന കുറുപ്പ് സാർ പറഞ്ഞു, ജനാർദ്ദന കുറുപ്പ് സാറും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പൂർവ്വകാലവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ സ്കൂൾ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്കൂളിൻ്റെ സാഹചര്യം മാറണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. നമുക്കറിയാം, ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഭൗതിക അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നിരന്തരമായി ക്ലാസ്സുകൾ നൽകുന്ന കാര്യത്തിൽ അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് അവരെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ അധ്യാപകരെയും ആ രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ ക്ലാസ് റൂം തന്നെ. സ്കൂൾ മാനേജർ ആയാപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷനായി. നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം മുതൽ ഇങ്ങോട്ട് വളരെ വിപുലമായ രീതിയിൽ നല്ല കാര്യങ്ങൾ നടത്തി സ്കൂളിനെ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പരിപാടികളെ മുന്നിട്ട് വരികയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്രോത്സാഹനവും പ്രചോദനവും പഠനകാര്യങ്ങളിൽ എന്ന പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ വിപുലമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിലുമൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പൊതുജനങ്ങളെ കൂടി സഹകരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊതുജന പങ്കാളിത്തം കൂടുതലായി ഈ സ്കൂൾ ഉറപ്പാക്കുന്നതിനും നാളെയും പൊതുജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനും രക്ഷകർത്താക്കളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഈ സ്ഥാപനത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടത്തി ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ സ്കൂളിനെ നിലനിർത്തത്തക്ക രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. സ്കൂൾ PTA സെക്രട്ടറി നിമ്മി B സ്വാഗതം പറഞ്ഞു. TRC MPU ചെയർപേഴ്സൺ മണി വിശ്വനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് അയ്യപ്പൻ S ആശംസാ പ്രസംഗം നടത്തി. ഡോക്ടർ സജികുമാർ J, ഡോക്ടർ സോണിയ സുരേഷ് എന്നിവർ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. ഫിസിക്കൽ വെൽബീയിങ്ങിനെ കുറിച്ചുമുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുക എന്നതിലുപരി ആരോഗ്യ സേവനങ്ങളുടെ അഭാവമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങളുടെ കുറവുള്ള സ്ഥലങ്ങളിൽ നേരിട്ടെത്തി ഈ സേവനങ്ങൾ നൽകുക എന്നുള്ളതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിജ്ഞാബദ്ധതയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ എല്ലായിടത്തും സംഘടിപ്പിക്കുന്നത്. ആരോഗ്യ പരിരക്ഷ എന്ന് പറഞ്ഞാൽ കേവലം രോഗങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമല്ല, രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയും സന്തോഷകരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ആരോഗ്യ പരിരക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാവരും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി പറ്റുമോ? പക്ഷേ ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച്, ശാസ്ത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നല്ലോ, ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് നമ്മൾ അങ്ങനെ 8 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് ആയിട്ട് തന്നെ പരിശോധിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ പരിശോധന ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന PFT എന്ന് പറയുന്ന പരിശോധന ഉണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ നൽകുന്നത്. അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ ശ്രീമതി അപർണ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആഹാര കാര്യങ്ങളെക്കുറിച്ച് പ്രമേഹ രോഗികളും മറ്റുള്ളവർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാനായിട്ട് അപർണയുണ്ട്. മരുന്നുകൾ കുറച്ചൊക്കെ നമ്മൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ രോഗങ്ങളുടെയും എല്ലാ മരുന്നുകളും നൽകാൻ കഴിയും എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല.
കുറച്ചൊക്കെ മരുന്നുകളും ഉണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പാണ്. എല്ലാ അണുബാധകളും മാറിപ്പോയി, അല്ലെങ്കിൽ എല്ലാ അണുബാധകളും വെല്ലാൻ മാത്രം നമ്മളായി എന്നുള്ള ഒരു ചിന്ത നമുക്ക് മാറ്റി പിടിക്കേണ്ടി വന്നു, ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരുന്നു. പ്രമേഹജന്യ രോഗങ്ങൾ എന്നതായിരുന്നു വിഷയം. പ്രോഗ്രാം കോർഡിനേറ്റർ രേണു എസ് നന്ദി പറഞ്ഞു. ഡോക്ടർ സോണിയ സുരേഷ്, ഡോക്ടർ പ്രീതി ഭാംസ്, ഡോക്ടർ ശ്രീനിവാസ് ആർ, ഡോക്ടർ ജയശങ്കർ എൻ, ഡോക്ടർ സരോജ് കുമാർ PB, ഡോക്ടർ സജികുമാർ, ഡോക്ടർ ഹരിപ്രകാശ് സി, ഡോക്ടർ ശ്രീജ ശ്രീകാന്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. കായംകുളം അഹല്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നേത്രരോഗ ക്യാമ്പും നടത്തി. CDNet ന്യൂസ് കായംകുളം.